കർത്താവിൽ സ്നേഹമുള്ളവരെ, തോൺ ബേർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാട്ട് പാടുന്ന പക്ഷിയാണല്ലോ കുയിൽ. തോൺ ബേർഡ് അതുപോലെ പാട്ട് പാടുന്ന പക്ഷിയാണ്. അതിൻ്റെ ഏറ്റവും ശ്രുതിമധുരമായ ഹൃദയഹാരിയായ ഗാനം എപ്പോഴായിരിക്കുമോ ആലപിക്കുക? യുവത്വത്തിൻ്റെ തിളപ്പിലല്ല, പക്വതയുടെ ഇരുത്തത്തിലുമല്ല, അതിൻ്റെ മരണത്തിലാണ്. ആ പക്ഷിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പ്രകൃതിസിദ്ധമായൊരു പ്രേരണ മരണമടുത്തു എന്ന് അതിനെ തോന്നിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരു കൂർത്തുമൂർത്ത മുള്ളുകൾ നിറഞ്ഞ മരത്തിൽ അതിവേഗം പറന്ന് പതിക്കും. മുള്ളുകൾ കൊണ്ട് മാരകമായ മുറിവേറ്റ പക്ഷി രക്തം വാർന്ന് മരിക്കും. വേദന കൊണ്ട് പുളയുന്ന പക്ഷി പാടുന്ന മരണഗാനമാണ് അതിൻ്റെ ഹൃദയം കവരുന്ന ഗാനം. മരണവേദനയാണ് ഈ ദിവ്യമായ ഗാനം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആരാധന രംഗത്ത് നമുക്ക് ഇമ്പം തരുന്നൊരു ഉപകരണമാണല്ലോ ധൂപക്കുറ്റി. ഒരു പുകൾപ്പെട്ട പുരാതന ദേവാലയത്തിൽ തിരുനാൾ കുർബാന അർപ്പിക്കാനെത്തിയ എന്നെ പള്ളിക്കാർ ധൂപക്കുറ്റി കാണിച്ചു തന്നു. അത് സ്വർണം കൊണ്ട് നിർമ്മിതമാണെന്ന് അവർ പറഞ്ഞു. വിലയേറിയ വസ്തു വലിയ തിരുനാൾ ദിനം മാത്രമേ ഉപയോഗിക്കൂ. അത് വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും തമ്പുരാൻ നൽകുന്നതല്ല, അതിനകത്ത് കത്തിക്കുന്ന കുന്തിരിക്കമാണ്. മലർ പോലുള്ള കുന്തിരിക്കം ധൂപക്കുറ്റികളിൽ സജ്ജീകരിച്ചിരിക്കുന്ന തീക്കനലുകളിലേക്ക് കോരിയിടുമ്പോൾ ഉടനടി കുന്തിരിക്കം സുഗന്ധം പ്രസരിപ്പിക്കുകയായി. ധൂമപടലങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരുകയായി. ആകപ്പാടി സ്വർഗീയമായൊരു അന്തരീക്ഷം. ധൂപക്കുറ്റിയിലെ അഗ്നികുണ്ഡത്തിലെത്തും വരെ തൻ്റെ സാന്നിധ്യം പോലും ആരെയും അറിയിക്കാതെ ഗോപ്യമായി സ്ഥിതി ചെയ്തിരുന്ന കുന്തിരിക്കം നമ്മുടെ പ്രാർത്ഥനകളൊത്ത് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന സുഗന്ധ ധൂപകലശങ്ങളായി എരിഞ്ഞു തീരുന്ന സുന്ദര പദാർത്ഥമായി. അഗ്നിയാണ് ഈ പ്രക്രിയകൾക്ക് നിദാനമായത്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് കുന്തിരിക്കം. യേശുവാണ് രക്ഷാകരമായ മരണഗാനം പാടിയ തോൺ ബേർഡ്. മറിയത്തിൻ്റെ നാർദീൻ തൈലം ഭവനം മുഴുവനും സുഗന്ധപൂരിതമാക്കിയതുപോലെ യേശുവിൻ്റെ തുറക്കപ്പെട്ട ശരീരം ലോകത്തെ സുഗന്ധപൂരിതമാക്കി. പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്നതായിരുന്നു ആ ചരമഗാനം. നമുക്കായി അർപ്പിക്കപ്പെട്ട കുരിശിലെ ബലി ഓർക്കുന്ന ദിവസമാണ് ദുഃഖവെള്ളി. യേശുവേ, നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് നിന്നോടൊത്ത് ചരമഗാനം പാടാൻ, ഹോമബലിയായി അർപ്പിതരാകാൻ. പിതാവേ, അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങളുടെ വത്സല പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി.